അപ്പോൾ Adobe XD എങ്ങനെയാണ് നമുക്ക് റിപ്പീറ്റ് ഗ്രിഡ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു റെക്ടാങ്കുലറിൻ്റെ കോപ്പി എടുക്കണമെങ്കിൽ ഞാൻ സാധാരണ ഓൾട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്യാറാണ് പതിവ്. ഇതിന് എന്തെങ്കിലും എളുപ്പമാർഗ്ഗമുണ്ടോ? ആ ഒരു എളുപ്പമാർഗ്ഗത്തിനാണ് നമ്മൾ റിപ്പീറ്റ് ഗ്രിഡ് എന്ന് XDയിൽ പറയുന്നത്. അപ്പോൾ റിപ്പീറ്റ് ഗ്രിഡ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു റെക്ടാങ്കുലർ ബോക്സുകൾ ഡിലീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ഗ്രിഡ് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ബോക്സുകൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യമേ ക്രിയേറ്റ് ചെയ്ത ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ റിപ്പീറ്റ് ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു റെക്ടാങ്കുലർ ബോക്സിൻ്റെ താഴെയും സൈഡിലുമായി 2 ഐക്കൺ വരുന്നത്. അപ്പോൾ ആ ഒരു ഐക്കൺ വന്നതിന് ശേഷം നിങ്ങൾക്ക് എങ്ങോട്ടാണോ വേണ്ടത് അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. എനിക്ക് താഴേക്കാണ് വേണ്ടത്. ഞാൻ താഴേക്ക് 3 ബോക്സ് ഡ്രാഗ് ചെയ്യുകയാണ്. ഇവ തമ്മിലുള്ള നടുക്കുള്ള സ്പേസിൽ കർസർ കൊണ്ടുപോകുമ്പോൾ പിങ്ക് കളറിലാകുന്നിടത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവ തമ്മിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഇമേജസ് ആഡ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇമേജസിൻ്റെ ഫോൾഡറിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ 3 ഇമേജസ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അവ ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണ്. പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് 3 ഇമേജസും കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ആ ഇമേജസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു റിപ്പീറ്റ് ഗ്രിഡ് യൂസ് ചെയ്യുന്നതും അതിലേക്ക് ഇമേജസ് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ പോയി സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ക്ലൗഡ് ഡോക്യുമെൻ്റായിട്ട് ഇത് സേവ് ആവുന്നതാണ്. ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു ലോക്കൽ ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്യേണ്ടെങ്കിൽ സേവ് ആസ് ലോക്കൽ ഡോക്യുമെൻ്റ് കൊടുത്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇതാണ് ഒരു റിപ്പീറ്റ് ഗ്രിഡിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡിസൈനൊക്കെ ചെയ്യുമ്പോഴേക്കും ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.